ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കിഡ്ലൻ ഐറ്റമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡ്ലൻ ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് ഇവിടെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. പാലാട എന്നാണ് കേട്ടോ ഈ ഒരു ദോശയുടെ പേര്. നീർദോശയിലാറെ ഒന്നുകൂടെ തിന്നായിട്ടുള്ള പേപ്പർ ദോശ പോലെ ഉള്ളൊരു സംഭവമാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അരിപ്പൊടിയും അതുപോലെ തന്നെ തേങ്ങയും മുട്ടയും ഒരു 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് പച്ചരി കുതിർത്തിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പെട്ടെന്നൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി ആട്ടോ എടുത്തിട്ടുള്ളത്. ഇത് വറുക്കാത്തതാണ്. വറുത്തും വറുക്കാത്തൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് അരിപ്പൊടിയിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് വേണമെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ അടിയിലൊക്കെ കട്ട കുത്തി നിൽക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നീട് അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാണ്ട് ചെയ്യുന്നത്. 250 ml 1 കപ്പിൽ ഫുള്ളായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കപ്പ് മെഷർമെൻറ്റ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ പൊടി എടുത്തത് അതേ സെയിം ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഞാനിത് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററായിട്ടാണ് നമുക്ക് ഇരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 1 കപ്പാണ് വെള്ളം ചേർത്തത്. മുഴുവനായിട്ട് എത്ര കപ്പ് വെള്ളം ചേർക്കുന്നതെന്ന് നമുക്ക് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ തിക്നെസ്സിനൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി അതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ബാക്കി ആവശ്യമായിട്ടുള്ള വെള്ളം കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും 1 കപ്പ് കൂടെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. മുട്ട ചേർത്ത് ഒരുപാട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മൾ നന്നായിട്ട് അരച്ചെടുത്താണല്ലോ. അപ്പോൾ അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് അടുത്തതായിട്ട് ചെയ്യേണ്ട പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് അരിച്ചെടുക്കണം. എന്നാലേ നമുക്ക് അതുപോലെ നല്ല പേപ്പർ പോലത്തെ ദോശ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ അരിപ്പയിലാണ് ഞാൻ അരിച്ചെടുക്കുന്നത്. അരിപ്പയുടെ കണ്ണി തീരെ ചെറുതായിരിക്കണം. വലുതായാലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ അരിപ്പ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നല്ല കോട്ടൺ ക്ലോത്തിൽ ഇതുപോലെ അരിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതാ അതിലൂടെ അരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിലരൊക്കെ തേങ്ങാപ്പാൽ ആദ്യം ഒഴിച്ചിട്ട് അങ്ങനെ അരി അരക്കാറുണ്ട്. പക്ഷേ അതിലാറൊക്കെ ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക ഇതുപോലെ ഒരുമിച്ച് അരച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് ചെറിയ കണ്ണിയുള്ള അരിപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും അതിരിക്കാണ്ട് അടിക്ക് ഇറങ്ങിപ്പോവില്ല കേട്ടോ ഇതിൻ്റെ ആ ഒരു അരച്ചിട്ടുള്ള മിക്സ്. അപ്പോൾ ഇങ്ങനെ സാവധാനം അങ്ങനെ ആവുകയുള്ളൂ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ടോട്ടൽ 2 കപ്പ് വെള്ളമാണല്ലോ അതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് മിക്സിയുടെ ജാറിൽ നമ്മളിപ്പോൾ അരച്ചെടുത്ത മിക്സിയുടെ ജാറ് ചുവറ്റി ഇതിലേക്ക് ഒഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇതുപോലെ അരിച്ചെടുത്ത ശേഷം ആ തേങ്ങയുടെ ആ ഒരു ഇതെന്തായാലും അതിലുണ്ടാവും. ഇത് കണ്ടോ, തേങ്ങയുടെ വേസ്റ്റൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ ഒന്നുകൂടെ നമുക്കൊന്ന് വെള്ളം ഒഴിച്ചാലും ഒന്നുകൂടെ അതിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് ചുഴറ്റിയിട്ട് അതിൻ്റെ മുകളിലൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ഞാൻ കഴി വെച്ചിട്ടാണ് കേട്ടോ പിഴിഞ്ഞെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ കംപ്ലീറ്റ് അതിനുള്ളിലുള്ള പാലൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതാ ഇതുപോലെയാണ്. നല്ല ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ടോട്ടൽ ഇതിൽ 2.5 കപ്പ് വെള്ളമാണ് ഈ 1 കപ്പ് അരിപ്പൊടിയിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അങ്ങ് ഫ്ലെയിം കുറച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ബാറ്ററൊക്കെ ഒഴിക്കുമ്പോൾ ഒരുപാട് അങ്ങ് തീയിലാക്കി കൊടുക്കരുത്. ഒരു ബാറ്റർ ചെറിയൊരു ലോയുടെയും മീഡിയത്തിൻ്റെ ഇടയിലായിട്ട് തീ വെച്ച് കൊടുത്താൽ മതി ബാറ്റർ ഒഴിക്കുന്ന സമയത്ത്. പിന്നെ പുതിയ ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നേരിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ആ ചട്ടിയൊക്കെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ ഈ ഒരു പാനിനനുസരിച്ചാണ്. ഒരു തവി മുഴുവൻ വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു തവി മുഴുവൻ ഒഴിക്കേണ്ട. അപ്പോൾ ഞാനിതാ ഒരു തവി മുഴുവൻ ഒഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം വിടുത്തുള്ള പാനായതുകൊണ്ട് തന്നെ. അപ്പോൾ അതാ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ മറ്റേ കൈകൊണ്ട് അത് ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. രണ്ടും ഒരേ സമയം കഴിയണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ അത് ശ്രദ്ധിക്കാം. എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്കന്നെ നമുക്കിതാ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടു പോരും. എന്നിട്ട് ഇതാ ഈ രീതിയിൽ നമുക്കൊന്ന് മടക്കിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം കേട്ടോ.
സെയിം ഞാനിപ്പോൾ ചെയ്ത് അതേപോലെ ചെയ്താൽ മതി. ഒരു തവി മാവ് ഒരു കൈ കൊണ്ട് ഒഴിക്കുന്ന സമയത്ത് മറ്റേ കൈ കൊണ്ട് അത് പെട്ടെന്ന് തന്നെ ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ. ഇത് അടച്ചു വെക്കൊന്നും വേണ്ട, കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ സൈഡിൽ നിന്ന് വിട്ടുപോരും. അപ്പോൾ നമുക്കിതുപോലെ മടക്കിയിട്ട് ഓരോന്നായിട്ട് അങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ. ഈ ഒരു പാലട അപ്പത്തിൻ്റെ കൂടെ കോമ്പിനേഷൻ എന്താണെന്ന് വെച്ചാൽ എല്ലാം നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ചിക്കൻ കറി ആയാലും ചിക്കൻ സ്റ്റ്യൂ ആയാലും അല്ലെങ്കിൽ ചെമ്മീൻ റോസ്റ്റ് ആയാലും അല്ലെങ്കിൽ തേങ്ങാപ്പാലായാലും ബെസ്റ്റ് കോമ്പിനേഷൻ. ഞാൻ ഇതിലേക്ക് കോമ്പിനേഷനായിട്ട് എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാൻ ഇത് നല്ല അടിപൊളി തന്നെയാണ്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് പൊറോട്ട കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പൊറോട്ടയുടെ കൂടെ വെച്ച് കൊടുക്കാനും ഒക്കെ സൈഡായിട്ട് നമുക്ക് കുറേ വിഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് കൊടുത്താൽ അടിപൊളിയാവും കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ്. കണ്ടോ, ഞാനിങ്ങനെ കൈ വെക്കുന്ന സമയത്ത് നമ്മുടെ കൈയൊക്കെ അതിൻ്റെ ഉള്ളിലൂടെ കാണുന്ന രീതിയിലുള്ള അത്രയും നൈസായിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്